വകുല്ലു ഫീലിൻ എല്ലാ ഫീലുമാവുന്നത് എങ്ങനത്തെ എല്ലാ ഫീലുമാണ് ആഖിറുഹു അതിൻ്റെ അവസാനത്തെ ഹർഫാവുന്ന ഹർഫും മുഷദ്ദദത്തുൻ ശബ്ദാക്കപ്പെട്ട അക്ഷരമാണ്. അങ്ങനെയുള്ള എല്ലാ ഫീലുമാവുന്നത് നഹു റദ്ദ യറുദ്ദു ഇർത്തദ്ദ ഇർത്തദ്ദു ഇതുപോലുള്ള ഫീലുകൾ. സമ്മാദാലിക്കൽ ഫീലു മുലാഫൻ, അതിന് മുലാഫ് എന്നാ പേര്. അതിൻ്റെ പേരെന്താണ്? മുലാഫ്. അങ്ങനെയുള്ള എല്ലാ ഫീലുമാവുന്നത് ഫർറഫ്ഉ വന്നസ്ബു, അവിടുത്തെ റഫ്ഉൻ നസ്ബും ജാരിയാനി, അത് നടക്കും ഫീഹി ഈ മുലാഫിൽ ബിഹാരിഹിം, അതിന് യഥാർത്ഥ സ്ഥിതി തന്നെ നടക്കും. യഥാർത്ഥ സ്ഥിതി നടക്കുന്ന പറഞ്ഞാൽ ലംബത്തോണ്ട് തന്നെയാണ് റഫും ഫത്തത്തോണ്ട് തന്നെയാണ് നസ്ബും, അതിനൊന്നും കുഴപ്പമില്ല, ശരിക്കും തന്നെയാണ്. ആരെപ്പോലെ? സാധാ സ്വഹിയായ ഫീലിനെ പോലെ തന്നെ. പിന്നെ തഖൂലു ഫി റഫ്ഇ ഹുവ യറുദ്ദു വഫി നസ്ബി, നസ്ബിൽ നീ പറഞ്ഞോ ലൻ യറുദ്ദ. ആണോ ലന്നും ഒക്കെ കടന്നപ്പോഴുള്ള നസ്ബ് ശരിക്കടെ കാണാണ്ട് ഒരു കുഴപ്പമില്ലല്ലോ, ഇല്ല. റഫും ശരിക്കും കാണേണ്ടതാ യറുദ്ദു, അതിനൊന്നും കുഴപ്പമില്ല. ഇനിയാണ് ഏതാ പ്രശ്നമുള്ളത്? ജസ്മു മാത്രം, അത് വായിച്ചു. വൽ ജസ്മു ഫീഹി, ഇവിടത്തിൽ ജസ്മ് ബി ഫത്ഹി ആഖിരിഹി ബി ളാഹിരി ലഫ്ളി, ഈ ലഫ്ളിൻ്റെ പുറത്ത് അവസാനത്തിൽ ഒരു ഫത്ഹിയും, അവസാനത്തിൽ ഫത്ഹിയും ആ ലഫ്ളിൻ്റെ ലാഹിർമൽ ഫത്ത് കൊടുക്കുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ജസ്മ് ഉണ്ടാവും, തക്ദീറിൽ ജസ്മ് ഉണ്ടാവും കേട്ടോ. അതിനാ മുപ്പരാണ്ട് പുറത്തൊരു ഫത്ത് കാണുന്നുള്ളൂ, ഉള്ളിലെന്തുണ്ട്? ഒരു ജസ്മുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണൂലെന്നേ ഉള്ളൂ. ഞാൻ തക്ദീറിൽ സുക്കൂൻ കൊണ്ട് ജസ്മുകാരന് വായിച്ചു. തഖൂലു ഫീൽ ജസ്മി, ജസ്മിൽ പറഞ്ഞോ ലം യറുദ്ദ വലം യർത്തദ്ദ, അവിടെയൊക്കെ തക്ദീറിൽ സുക്കൂൻ കൊണ്ട് ജസ്മു എന്നാ പറയാം. ലാഹിറിൽ ഏതാ കാണുക? ഫത്ഹാണ് കാണുക. അവർ ഫത്തത്തോണ്ട് ജസ്മുകാരരുത് കേട്ടോ. കമാ തഖൂലു ഫി നസ്ബി, നസ്ബിൽ പറയണം അതേമാതിരി. നസ്ബിൽ ഇവിടെ എന്താ പറയുക? ലൻ യറുദ്ദ വലൻ യർത്തദ്ദ അല്ലേ ഫത്ത്, അതേമാതിരി ഫത്ത് അവിടെയും കാണും, ലം അടക്കുമ്പോഴും കാണും. പിന്നെ വലാ തുളിഹിറു ഫീഹിൽ ജസ്മ, അവിടെ ജസ്മ എന്ത് ചെയ്യാൻ പറ്റൂല? വെളിവാക്കിയാണ് ദ് അറിയാൻ പറ്റൂല. ലം യസിഹ് ലം യറുദ് അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? സുക്കൂൺ ചെയ്താൽ കുഴപ്പമുള്ളത് പറയാൻ വയ്ക്കുന്നുണ്ടല്ലേ നമുക്ക്. ലം യറുദ് പറയാൻ വയ്ക്കണില്ലേ, ലം യസിഹ് എന്ന് പറയാൻ വയ്ക്കണം, പക്ഷേ പറ്റൂല. എന്താ കാരണം? ലി ഇദ്ഗാമിഹി, ഷേ അല്ലേ, അതാണ് ഇദ്ഗാം ഉണ്ടായത് ഇവിടെ. അപ്പം എന്ത് മനസ്സിലായി? ഇദ്ഗാം ഇല്ലാത്തപ്പോൾ പറ്റും മനസ്സിലായി. ഇദ്ഗാം അഴിക്കുമ്പോൾ എന്ത് പറ്റും? ജസ്മ ചെയ്യാൻ പറ്റും മനസ്സിലായി. ലം യർത്തദിദ് ലം യംദുദ്, അപ്പോൾ പറ്റും ചെയ്യും. ഇദ്ഗാം ചെയ്യുമ്പോഴാണ് എന്ത് പറ്റാത്തത്? ഈ സുക്കൂൻ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും, മന്നി ഇസ്മു സർത്തും മൻ മൻ മാത മഹ്മാ മയ്യുൻ അയിന അന്ന ഇസ്മായി മാ പഠിച്ചില്ലേ? ആയി പെട്ട മന്നാണിത്. മൻ മാ മത്താറ മന്നാണ്, മന്നി ജസ്മ ചെയ്യൂലേ. അപ്പം മൻ യർതദ് എന്നല്ല പറയാം, മൻ യർതദ്ദ തഖ്ദീറിൽ സുക്കൂൻ കൊണ്ട് ജസ്മ. പിന്നെ അന്തിനി ഫൈൻ ഫാക്കത്ത് ഫീഹിൽ ഇദ്ഗാമ, അപ്പോൾ ഇദ്ഗാമ അഴിച്ചാലോ? ഇദ്ഗാമ ചെയ്യുമ്പോഴാണല്ലോ കുഴപ്പമുള്ളത്. അപ്പം ഇദ്ഗാമാണ് അഴിച്ചു വെച്ചോളൂ. എന്നാലോ അൽഹർത്ത ജസ്മ, അപ്പോൾ ജസ്മ ചെയ്ത് ആഹിറിൽ ചെയ്യും. അപ്പോൾ ശരിക്കും ചെയ്യും, ശരിക്കും തന്നെ ജസ്മ ചെയ്യും. കണ്ടോ? ഫഖുൽത ലം യർതദിദ് ലം യർദുദ് വലം യർതദിദ്, കണ്ടോ? അവിടെ ശരിക്കും സുക്കൂൺ ജസ്മ ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇദ്ഗാമ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ആകെ ചർച്ചയുള്ളൂ. അപ്പം മുലാഫിൻ്റെ ചുരുക്കം എന്തായി? റഫ്ഉ ലാഹിറിൽ നസ്ബുൽ ലാഹിറിൽ, ഇദ്ഗാം ചെയ്യും, ഇദ്ഗാം ചെയ്യാതെ ഇദ്ഗാം അഴിക്കുമ്പോൾ ജസ്മുൽ ലാഹിറിൽ. അപ്പോൾ ഇദ്ഗാം ചെയ്യുമ്പോൾ ജസ്മിന് കുഴപ്പമുണ്ട് എന്നുള്ളൂ, ബാക്കിയൊക്കെ റെഡിയാണ്. ബി ഖിലാഫി നസ്ബി ഹുന, ഇവിടെ നസ്ബിനിക്ക് മാറും. നസ്ബ് എന്തായാലും എപ്പോഴും അങ്ങനെ തന്നെയാണ്, ശരിക്കും തന്നെ കാണും. നസ്ബിൻ്റെ നേരത്ത് ഇദ്ഗാം അഴിക്കാനൊന്നും പറ്റൂല, ശരിക്കും എന്ത് ചെയ്യണം? ഫത്തേനോട് ചെയ്യണം. ജസ്മിൻ്റെ നേരത്തെ എനിക്ക് ഫത്ത് ചെയ്താണ്ട് ഇദ്ഗാം ചെയ്യും ചെയ്യാം, ഇദ്ഗാം അഴിച്ചുകൊണ്ട് സുക്കൂനും ചെയ്യാം. ഖാലല്ലാഹു തആല വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, രണ്ട് ആയത്തുണ്ട്. ഒരു തുടിയിൽ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി എന്നാണ്, ഒരു തുടി ഖിറാഅത്ത് എങ്ങനെയാണ്? മൻ യർതദിദ് മിൻകും അൻ ദീനിഹി. അപ്പം ജസ്മ് ഇദ്ഗാം അഴിച്ചുകാണ്ട് ശരിക്കും ജസ്മ് ചെയ്തതും ഖുർആനിൽ വന്നിട്ടുണ്ട്, ഇദ്ഗാം ചെയ്തുകാണ്ട് തഖ്ദീറിൽ ജസ്മ ചെയ്തതും ഖുർആനിൽ വന്നിട്ടുണ്ട്.